ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ മോമോ ഡംപ്ലിംഗ് ലസാന ഓർ മോമോ ലസാന. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് റമദാനൊക്കെ ആയപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഇതിനായിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. യൂഷ്വലി നമ്മൾ എങ്ങനെയാണോ മോമോസ് ഉണ്ടാക്കുന്നത് അതുതന്നെ ഒരു ചെറിയ പോട്ടിലായിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഡോ ഉണ്ടാക്കാം മോമോസിന് വേണ്ടിയിട്ടുള്ള. അത് ഇവിടെ നമ്മൾ ഫോൾഡിങ്ങോ അങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് മൈദ, 2 കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. അതും കുറച്ച് ഓയിൽ, പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മളിതിവിടെ കുഴച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മിൻസ്ഡ് ചിക്കൻ. ഈ മിൻസ്ഡ് ചിക്കൻ ഇങ്ങനെ പച്ചയായിട്ട് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് സോട്ട് ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. കുറച്ച് സോയ സോസ്, അതിൻ്റെ കൂടെ ജിഞ്ചർ, ഗാർലിക്, പിന്നെ ഗ്രീൻ ചില്ലി എല്ലാം ആഡ് ചെയ്തിട്ട് ഉള്ളൊരു പേസ്റ്റ്, പിന്നെ നമ്മൾ ഒനിയൻ, അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതോ ഓർ നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചിട്ടോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ്റെ കൂടെ തന്നെ മിക്സിയിൽ അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടും എടുക്കാം. ഞാനിത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ചെയ്തതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ സോയ സോസ് ഇതിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് വേണം, കുറച്ച് ഉപ്പിട്ടാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ഇവിടെ കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഡോ എടുത്തിട്ട് അത് റൗണ്ട് ഷേപ്പിൽ ആ പോട്ടിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ എന്നെപ്പോലെ അമ്മമാരുടെയോ ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ ചോദിക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പോട്ടിലേക്കൊന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആ പോട്ടിൻ്റെ താഴെ കുറച്ച് ബട്ടറോ ഓയിലോ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇവിടെ ഞാനൊരു 2 ലെയറായിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ലെയർ ചെയ്യാം. ഞാൻ കൂടുതൽ ഫില്ലിങ്ങും കുറച്ച് ഡോ വരുന്ന രീതിയിലാണ് ചെയ്തത്. വേറെ നിങ്ങൾക്ക് ഡോ കുറച്ചും കൂടെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ വേറെ ലെയറായിട്ട് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഈ ഒരു പാർട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം മോമോസ് ഭയങ്കര ഇഷ്ടമാണെങ്കിലും അതുണ്ടാക്കാനുള്ള മടി കൊണ്ട് ഞാൻ എപ്പോഴും അത് വേണ്ടാന്ന് വയ്ക്കും. പക്ഷേ ഇതിൽ ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതേ ടേസ്റ്റിലും എന്നാൽ ഈസി ആയിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓരോ ലെയർ സെറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ സ്റ്റോക്കാണ് ആഡ് ചെയ്യുന്നത്. അതില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം ഒഴിച്ചാലും മതി. പക്ഷേ കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ. ചിക്കൻ സ്റ്റോക്ക് ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അത് അൺസോൾട്ടഡ് ആണോയെന്ന് ശ്രദ്ധിക്കുക. ഫൈനലി കുറച്ച് ചിക്കൻ സ്റ്റോക്കോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഈ പോട്ട് വെച്ചിട്ടാണ് സ്റ്റീം ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റഗ്രാമിൽ കണ്ട റെസിപ്പി ആയതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു, ഇത് ഉള്ളിൽ വേവുമോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കിട്ടുമോ എന്നൊക്കെ. പക്ഷേ വൺസ് ഒന്ന് സ്റ്റീമായി വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച ചില്ലി ഓയിലാണ്. ഇത് പക്ഷേ കറക്റ്റ് റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കിയതൊന്നുമല്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം ചില്ലി ഓയിൽ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട്. ഇത് ചില്ലി ഫ്ലേക്സും ഗാർലിക്കും അതിലേക്ക് ഹോട്ട് ഓയിൽ ഒഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ടാണെങ്കിൽ ഇതും യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് കുറച്ച് സോയ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. സെസമി സീഡും സെലറിയും ഒക്കെ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടും ഇങ്ങനത്തെ വൈറൽ റെസിപ്പീസൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ പാളിപ്പോകുന്നതുകൊണ്ടും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷേ വളരെ നല്ലതായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. മോമോസിൻ്റെ അതേ ടേസ്റ്റും എന്നാൽ കുറച്ചും കൂടെ ജ്യൂസി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ മോമോസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഡോ കുറച്ച് ഹാർഡായിട്ടാണ് എപ്പോഴും വരിക. പക്ഷേ ഇതിൽ കുറച്ച് വെള്ളവും ചിക്കൻ സ്റ്റോക്കൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ഡോ ഒക്കെ. പിന്നെ എല്ലാവരോടും ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. ഒരാവേശത്തിൻ്റെ പുറത്ത് കയറിയിട്ടതാണ്. ഇനി ഇങ്ങനത്തെ റെസിപ്പി വീഡിയോസ് വേണമെങ്കിൽ പറയാം. നമുക്ക് ട്രാവൽ വീഡിയോസൊക്കെ ആയിട്ട് നെക്സ്റ്റ് കാണാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ, അതൊക്കെ ചെയ്യുക. അപ്പോൾ ശരി.